ഹായ് ഓൾ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസുകളെ കുറിച്ചാണ്. ഏറ്റവും ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിക് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസും അതുപോലെ തന്നെ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസും ആണ്. അപ്പൊ ഇതിന് ശേഷമുള്ള വീഡിയോസിൽ നമ്മൾ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസ് എന്ന് പറയുന്ന ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ ഫിലിപ്സ് കർവ് നമ്മൾ യൂഷ്വലി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഫിലിപ്സ് കർവ് നമുക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഈ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാതെ നമുക്ക് ഫിലിപ്സ് കർവിലേക്ക് പോകാൻ സാധിക്കത്തില്ല. അപ്പൊ ഫിലിപ്സ് കർവ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു പർട്ടിക്കുലർ ഏരിയ ആണ് ഈ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ എക്കണോമിക് തോട്ടിലും അവരുടെ ഡെവലപ്മെന്റ് അനുസരിച്ച് ഈ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസുകളിൽ ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യ കാലങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന തിയറീസ് അല്ലെങ്കിൽ ആദ്യ കാലങ്ങളിൽ ഉണ്ടായ തിയറീസ് ആണ് ഈ കോവർബ് മോഡൽ പോലുള്ള മോഡൽസ്. അപ്പൊ ഈ മോഡൽസിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് സ്റ്റാറ്റിക് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിനെ കുറിച്ചാണ്. അതിനുശേഷം ഒരു മോണിറ്ററിസ്റ്റ് റെവല്യൂഷനോട് കൂടിയാണ് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന തിയറിക്ക് പ്രാധാന്യം ഉണ്ടാവുകയും അപ്പം ഈ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിനെയും അതുപോലെ തന്നെ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ലോങ് ടേൺ ഫിലിപ്സ് കർവിനെ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഗ്യുമെന്റ് ഫിലിപ്സ് കർവിനെ കുറിച്ച് മോണിറ്ററിസ്റ്റ് റെവല്യൂഷനിൽ നമ്മൾ കാണുക. ദെൻ അതിനുശേഷം ഒരു ന്യൂ ക്ലാസിക്കൽ ഡെവലപ്മെന്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഒരു വെർട്ടിക്കൽ ഷേപ്പ് ഓഫ് ലോങ് ടേൺ ഫിലിപ്സ് കർവിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ന്യൂ ക്ലാസിക്കൽസ് യൂസ് ചെയ്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റ് ആണ് ഈ ഒരു റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ എന്താണ് എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻസിന് ഒരു എക്കണോമിക് തിയറീസിൽ എന്താണ് പ്രാധാന്യം, അതുപോലെ തന്നെ സ്റ്റാറ്റിക് എക്സ്പെക്ടേഷനെ കുറിച്ചും അഡാപ്റ്റീവ് എക്സ്പെക്ടേഷനെ കുറിച്ചുമാണ്. അപ്പം ആദ്യം പറഞ്ഞിരിക്കുന്ന എന്താണ് ഈ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് എന്നുള്ള. ദി എക്സ്പെക്ടേഷൻ refers to the anticipation of belief of individual firms or other economic agents about future economic condition, events or outcome. These expectations plays a crucial role in decision making process across various economic activities such as consumption, investment, production and pricing. അപ്പൊ നമുക്കറിയാം ഓരോ എക്കണോമിക് ഏജൻസും, അത് ഫേംസ് ആയാലും ഇൻഡിവിജ്വൽസ് ആയാലും മറ്റ് ഏത് എക്കണോമിക് ഏജൻസ് ആയാലും അവർ ഫ്യൂച്ചറിനെ കുറിച്ച് നടത്തുന്ന ആന്റിസിപ്പേഷൻസോ അല്ലെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു ബിലീഫിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എക്സ്പെക്ടേഷൻസ് വിളിക്കുക അല്ലെ. നമ്മൾ പല എക്കണോമിക് ഡിസിഷൻസ് എടുക്കുന്നതിന് മുമ്പായിട്ടും നമ്മൾ ഏതാണ് ഫ്യൂച്ചർ ഒരു പർട്ടിക്കുലർ വേരിയബിൾ, ഇപ്പൊ പ്രൈസ് ആണെങ്കിൽ ഇന്ന് ഞാനൊരു സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് ഞാനൊരു പർട്ടിക്കുലർ ഡിസിഷൻ എക്കണോമിക്കലി എടുക്കണമെങ്കിൽ ഞാൻ എല്ലായ്പ്പോഴും ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ബിലീഫ് വെച്ചുകൊണ്ട് മാത്രം നമ്മൾ എടുക്കുക അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഒരു ന്യൂസ് വരുവാണ്, ഏതാണ് താമസിക്കാതെ തന്നെ ഏതാണ് ഓയിൽ പ്രൈസസ് റൈസ് ചെയ്യും എന്നുള്ളത്. അപ്പൊ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്താ, ഇന്ന് മേടിക്കുന്നതായിരിക്കും ബെറ്റർ, താമസിക്കാതെ തന്നെ ഓയിൽ പ്രൈസസ് റൈസ് ചെയ്തുകൊണ്ട് ഹയർ കോസ്റ്റ് ഉണ്ടാവും. അപ്പം ഇങ്ങനെ ഓരോ എക്കണോമിക് ഏജൻസിനും ഈ പല രീതിയിലുള്ള എക്കണോമിക് വേരിയബിൾസ് ഉണ്ട് അല്ലെ. പ്രൈസ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, കൺസപ്ഷൻ ഉണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള എക്കണോമിക് വേരിയബിൾസിനെ കുറിച്ചുള്ള ഫ്യൂച്ചർ ബിലീഫിനെ അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ള ആന്റിസിപ്പേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എക്സ്പെക്ടേഷൻസ് എന്ന് വിളിക്കുക. അപ്പൊ ഏറ്റവും ആദ്യത്തെ ഏറ്റവും ബേസിക് ലെവലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആദ്യകാല എക്കണോമിക് തിയറീസിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് ആണ് സ്റ്റാറ്റിക് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാറ്റിക് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എന്താ, ഒരു ഫ്യൂച്ചർ വാല്യൂ, ഒരു പർട്ടിക്കുലർ വേരിയബിളിന്റെ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് ആ വേരിയബിളിന്റെ കറന്റ് വാല്യൂ തന്നെയായിട്ടാണ് പരിഗണിക്കുക. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 5% ആണ്. അപ്പം ഒരു എക്കണോമിക് ഏജന്റ് എക്സ്പെക്ടേഷൻ എന്താണ്, നാളെയും 5% ആണ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറും അത് 5% തന്നെ ആയിരിക്കും എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തിസിസ് ആണ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ്, സ്റ്റാറ്റിക് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. The static expectation assumption state that people expect the value of an economic variable next period be equal to the current value of this variable. അപ്പം ഒരു എക്കണോമിക് വേരിയബിളിന്റെ നെക്സ്റ്റ് ഇയറിലെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, കറന്റ് ഇയറിലെ വാല്യൂ തന്നെ ആയിരിക്കും എന്നുള്ള ആ ഒരു അസംഷനെയാണ് നമ്മൾ സ്റ്റാറ്റിക് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ നമുക്കറിയാം ഇത് വളരെ ലിമിറ്റഡ് അല്ലെങ്കിൽ വളരെ റിയാലിറ്റിയിൽ ഇത് കറക്റ്റ് ആകണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ ആദ്യ കാലങ്ങളിലെ ഈ ഒരു എക്കണോമിക് തിയറിനെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ഈ ഏറ്റവും ബേസിക് ലെവൽ ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് ആണ്. അപ്പം 5% ആണ് ഇന്നത്തെ ഇൻഫ്ലേഷൻ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഇയറും എന്തായിരിക്കും 5% തന്നെയായിരിക്കും ഇൻഫ്ലേഷൻ എന്നുള്ള ആ ഒരു ബേസിക് എക്സ്പെക്ടേഷനെയാണ് നമ്മൾ സ്റ്റാറ്റിക് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ്. അണ്ടർ സ്റ്റാറ്റിക് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ്
individuals are assumed to have limited information processing capabilities or may simply not have access to all relevant information about the economy. As a result, they rely only on the information available to them at a given point in the time. The individuals are assumed to form their expectation about the future based solely on current information. This means that they do not take into account the changes in the information or update about the economy when forming their expectations. അപ്പം ഇവിടെ സ്റ്റാറ്റിക് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിൽ ഒരു രീതിയിലും എന്താണ് ഇൻഡിവിജ്വൽസ് ഈ ഇൻഫർമേഷൻ ഉണ്ടാകുന്ന ചേഞ്ചസിനെ അവരുടെ എക്സ്പെക്ടേഷനിലേക്ക് അക്കൗണ്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അവർക്ക് പുതിയ പുതിയ ഇൻഫർമേഷൻ കിട്ടിയാലും അതനുസരിച്ച് അതിനെ പ്രോസസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കമ്പാരിറ്റീവ്ലി ആളുകൾക്ക് കുറവാണ്. അപ്പം ഇതുകൊണ്ടാണ് ഇതിനെ ഏറ്റവും ബേസിക് ലെവലായിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ നേരത്തെ ഞാൻ ആദ്യം ഇനിഷ്യലി ഡിസ്കസ് ചെയ്ത പോലെ ഈ കോവബ് മോഡൽ നമ്മൾ ആദ്യ കാലങ്ങളിൽ പഠിക്കുന്നതാണ് ഈ കോവബ് മോഡൽ. അപ്പൊ ഈ കോവബ് മോഡൽ ഓഫ് പ്രൈസ് ഡിറ്റർമിനേഷനിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്റ്റാറ്റിക് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് ആണ്. The concept of static expectation has been widely used in the early economic literature, such as in the Coverb model of price determination. In the Coverb model, the static expectation assumptions state that sellers expect the price of good next period to be same as it is in the today and adjust their production accordingly. The early literature did not focus much on the unexpected shocks. അപ്പം എക്സ്പെക്റ്റഡ് ആയ സ്റ്റാറ്റിക് എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് ആണ് ആദ്യ കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള നെക്സ്റ്റ് പീരീഡിലെ എക്കണോമിക് വേരിയബിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? കറന്റ് പീരീഡ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത് ഇൻഫ്ലേഷനും എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷനും രണ്ട് വേരിയബിൾ ആണ്. ഒരു കറന്റ് ഇൻഫ്ലേഷനും എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷൻ രണ്ടും രണ്ട് വേരിയബിൾ. എക്സ്പെക്ടേഷനും കറന്റ് വാല്യൂവും രണ്ടും രണ്ട് വാല്യൂ ആണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. നമ്മൾ ഒറിജിനൽ ഫിലിപ്സ് കർവ്, AW ഫിലിപ്സിന്റെ ഒറിജിനൽ ഫിലിപ്സ് കർവിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്ത് തന്നെയാണ്? ഈ ഒരു ബേസിക് ലെവൽ ഓഫ് അനാലിസിസ് ആയിട്ടുള്ള സ്റ്റാറ്റിക് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ സംസാരിക്കുന്ന ലോങ് റൺ ഫിലിപ്സ് കർവിനെ കുറിച്ചല്ല. നമ്മൾ ഒറിജിനലി ഫിലിപ്സ് കർവ് വന്നപ്പോൾ യൂഷ്വലി ഷോർട്ട് റൺ എന്ന് നമുക്ക് പറയാം. ഈ ഒറിജിനലി ഫിലിപ്സ് കർവ് നമ്മൾ വന്ന സമയത്ത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാറ്റിക് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിനെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ രണ്ട് എക്സാമ്പിൾസ് കണ്ടു. ഒന്ന് ഫിലിപ്സ് കർവിലും അതുപോലെ തന്നെ കോവബ് മോഡലും അതുപോലെ തന്നെ ഏർലിയർ തിയറീസിലെല്ലാം തന്നെ ഈ ഒരു സ്റ്റാറ്റിക് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ അതിനുശേഷമാണ് ഒരു മോണിറ്ററിസ്റ്റ് റെവല്യൂഷനോട് കൂടെ അല്ലെങ്കിൽ മോണിറ്ററിസ്റ്റ് മിൽട്ടൺ ഫ്രീഡ്മാന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് ഈ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാറ്റിക് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് നിന്ന് കുറച്ചുകൂടെ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു തിയറിയാണ് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുക? Adaptive expectation hypothesis is a theory that state individual adjust their expectations of the future based on recent past experience and event. The adaptive expectation is an economic theory which give importance to past events in predicting future outcome. A common example is predicting inflation. അപ്പം സ്റ്റാറ്റിക് എക്സ്പെക്ടേഷനിൽ നമ്മൾ കറന്റ് പീരീഡിലെ അതേ വാല്യൂ തന്നെയാണ് ഫ്യൂച്ചറിലും ആ എക്കണോമിക് വേരിയബിളിനെ നമ്മൾ പരിഗണിക്കുക. പക്ഷെ അഡാപ്റ്റീവിലേക്ക് വരുമ്പോൾ എന്താണ്? നമുക്ക് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസും എന്ത് ചെയ്യും? നമ്മുടെ എക്സ്പെക്ടേഷനെ അഫക്ട് ചെയ്യും. നമുക്ക് പാസ്റ്റിലുണ്ടായ ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ നമ്മൾ പാസ്റ്റിൽ എക്സ്പെക്ട് ചെയ്തതിൽ നിന്ന് നമുക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് അതെന്ത് ചെയ്യും? നമ്മുടെ എക്സ്പെക്ടേഷനെ അഫക്ട് ചെയ്യുന്നതാണ്. ദ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഈസ് എ തിയററ്റിക്കൽ കോൺസെപ്റ്റ് ദാറ്റ് ഡീൽസ് വിത്ത് ദ ഫോർമുലേഷൻ ഓഫ് എക്സ്പെക്ടേഷൻ ഫോർ ദ ഫ്യൂച്ചർ on the basis of experience and even in the recent past. For example, if expected inflation rate in the recent past was higher, people will expect that higher inflation rate will be higher in the current year. അപ്പം റീസെന്റ് ഞാൻ നമുക്ക് കണ്ടത് ഒരു പ്രീവിയസ് ഇയറിൽ ഞാൻ പ്രെഡിക്ട് ചെയ്യുന്നതിനേക്കാളും ഹൈ ആയിട്ടാണ് ഇൻഫ്ലേഷൻ സംഭവിച്ചത്. അപ്പൊ എന്റെ എക്സ്പെക്ടേഷൻ നെക്സ്റ്റ് ഇയറിലും ഇൻഫ്ലേഷൻ ഹൈ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ റീസെന്റ് ഞാൻ പ്രെഡിക്ട് ചെയ്യുന്നതിനേക്കാളും ലോവർ ഇൻഫ്ലേഷൻ ആണ് സംഭവിച്ചത്. അപ്പൊ എന്റെ എക്സ്പെക്ടേഷൻ, എന്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഇൻഫ്ലേഷൻ കുറയുവാന്നുള്ളതാണ്. അപ്പൊ എന്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് നെക്സ്റ്റ് ഇയറിൽ എന്തായിരിക്കും? ഇൻഫ്ലേഷൻ കുറയും. അപ്പൊ എന്റെ റീസെന്റ് പാസ്റ്റിൽ ഉണ്ടായ എന്റെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക? ഫ്യൂച്ചർ വാല്യൂവിനെ എക്സ്പെക്ട് ചെയ്യുക. അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ആ എക്സാമ്പിൾ ഒന്ന് നമുക്ക് വായിക്കാം. In this context, suppose we expect that the rate of inflation for the last year would be 12% and the actual rate of inflation for the last year was 12%. In that case, the adaptive expectation hypothesis says that we will not change our expectation about the rate of inflation for the current year. We will expect inflation rate to be 12% for the
കറന്റ് ഇയർ 2. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എന്താണ്, ഞാൻ ലാസ്റ്റ് ഇയറിൽ പ്രീവിയസ് ഇയറിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തപ്പോൾ 12% എക്സ്പെക്ട് ചെയ്തു. ആക്ച്വലി എന്ത് സംഭവിച്ചു? ആക്ച്വലി 12% തന്നെ അവിടുത്തെ ഇൻഫ്ലേഷൻ വന്നു. അപ്പം ഇവിടെ എന്താണ്, ഞാൻ എക്സ്പെക്ട് ചെയ്ത അതേ വാല്യൂ തന്നെയാണ് ആക്ച്വലിയും പ്രൈസ് ലെവൽ വന്നത്. അപ്പം എന്റെ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ പറയുന്നത് എന്താണ്, ഇനി ഫ്യൂച്ചർ വാല്യൂ ഞാൻ എക്സ്പെക്ട് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യത്തില്ല, എന്റെ എക്സ്പെക്ടേഷൻ ചേഞ്ച് ചെയ്തില്ല. കാരണം എന്റെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ ഞാൻ കറക്റ്റ് ആയിട്ടാണ് ഡിസിഷൻ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കറക്റ്റ് എക്സ്പെക്ടേഷൻ ആയിരുന്നു. അതുകൊണ്ട് ഫ്യൂച്ചറിലും ആ വാല്യൂ തന്നെ ആയിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇനി അതല്ല, ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതലും ഉണ്ട്, അതാ ഇവിടെ പറയുന്നത്. ഓൺ ദി അതർ ഹാൻഡ്, suppose the rate of inflation for the last year was higher than 12%, says 50%. The adaptive expectation hypothesis says that we will change our expected rate of inflation for this year. In short, we will increase our expected rate of inflation for the current year from 12% to a higher rate, say 40%. അപ്പം ഞാൻ 12% previously expect ചെയ്തു, പക്ഷെ അത് സംഭവിച്ചു 15% ആണ്. അപ്പം കറന്റ് ഇനിയുള്ള എക്സ്പെക്ടേഷനിൽ ഞാൻ എന്ത് ചെയ്യും, ഒരു ഹയർ റേറ്റ് ആയിരിക്കും എന്ത് ചെയ്യുക, ഹയർ റേറ്റ് ആയിരിക്കും ഞാൻ ഇനിയും എക്സ്പെക്ട് ചെയ്യുക. ഇനി അതല്ല, ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറവ് സംഭവിച്ചു. ഫർദർ, സപ്പോസ് ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻ ദി പാസ്റ്റ് ഇയർ വാസ് ലെസ് ദാൻ 12%, says 8%, the adaptive expectation hypothesis suggests that our expectations about inflation rate for current year will be lower than this, somewhere between 12% and 8%. അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്തത് 12%, പക്ഷേ ഈ 12%-നേക്കാളും താഴെയാണ് ഇൻഫ്ലേഷൻ സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഇയറിലോ അല്ലെങ്കിൽ കറന്റ് ഇയറിലോ എന്തായിരിക്കും, എന്റെ എക്സ്പെക്ടേഷൻ ഇൻഫ്ലേഷൻ ലോ ആയിരിക്കും. അപ്പൊ എന്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എന്റെ എക്സ്പെക്ടേഷനെ എന്ത് ചെയ്യുന്നത്, അഫക്ട് ചെയ്യുന്നത്. പാസ്റ്റ് എക്സ്പീരിയൻസിൽ ഉണ്ടായിരിക്കുന്ന ഡിസിഷൻസിനെ അല്ലെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എന്റെ എക്സ്പെക്ടേഷൻ റൈസ് ചെയ്യാം. അപ്പൊ ഇവിടെയുള്ള ഒരു പ്രശ്നം നമുക്കറിയാം, ഞാനൊരു പർട്ടിക്കുലർ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ എക്സ്പെക്ട് ചെയ്തു, പക്ഷെ അതിനേക്കാളും കൂടുതൽ റേറ്റ് ആണ് ഇൻഫ്ലേഷൻ സംഭവിച്ചത്. അപ്പം ഈ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഉള്ള മേജർ ഇഷ്യൂ എന്ന് പറയുന്നത്, നമുക്കറിയാം ഗവൺമെന്റ് പലപ്പോഴും ഈ ഒരു ഹയർ ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ ടാക്കിൾ ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കും. അപ്പൊ അതുവഴി മേ ബി നെക്സ്റ്റ് ഇയർ എന്താ ഇൻഫ്ലേഷൻ കുറയാം. പക്ഷെ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ പറയുന്നത് പ്രീവിയസ്ലി എനിക്കൊരു ഇൻക്രീസ്ഡ് എക്സ്പീരിയൻസ് ആണ് ഉണ്ടായെങ്കിൽ നെക്സ്റ്റ് ഇയർ ഞാൻ ഇൻക്രീസേ ചെയ്യത്തുള്ളൂ എന്നുള്ള എക്സ്പെക്ടേഷൻ ആയിരിക്കും കൊണ്ടുവരിക. അതായിരിക്കണം എന്ന് നിർബന്ധമില്ല. ഗവൺമെന്റ് കൗണ്ടർ പോളിസീസ് വഴി ഇൻഫ്ലേഷൻ ടാക്കിൾ ചെയ്യാനുള്ള പോളിസി, ഇപ്പൊ നെക്സ്റ്റ് ഇയർ ചിലപ്പോൾ ഇൻഫ്ലേഷൻ കുറയാം. ഇനി ഇൻഫ്ലേഷൻ തീരെ കുറവാണ്, അപ്പൊ ഗവൺമെന്റ് മേ ബി എക്കോണമിനെ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, മണി സപ്ലൈ കൂട്ടാം. അപ്പം തീരെ കുറവാകുമ്പോൾ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ പറയുന്നത് നെക്സ്റ്റ് ഇയർ ഞാൻ എന്താ കുറവായിട്ട് തന്നെ എക്സ്പെക്ട് ചെയ്യും. പക്ഷെ അങ്ങനെ ആയിരിക്കത്തില്ല, മേ ബി എന്ത് ചെയ്യാം, ഇൻഫ്ലേഷൻ കൂടാം. അപ്പം ഇത് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷന്റെ ഒരു ഒരു ഡ്രോബാക്ക് ആണ്. അപ്പൊ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് പിന്നീട് വരുന്നത്. അപ്പം അഡാപ്റ്റീവ് എക്സ്പെക്ടേഷനിൽ ഞാൻ റീസെന്റ് പാസ്റ്റ് എക്സ്പീരിയൻസിനെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ റീസെന്റ് പാസ്റ്റിൽ ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, എക്സ്പെക്ട് ചെയ്യുന്ന ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. റീസെന്റ് പാസ്റ്റിൽ ഇൻഫ്ലേഷൻ കുറഞ്ഞുവെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, കുറയുന്നതായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നു. അതാണ് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ. പക്ഷെ സ്റ്റാറ്റിക്കലി നമ്മൾ ഏതാണോ കറന്റ് ഇയറിലെ അതേ വാല്യൂ തന്നെ ആയിരിക്കും നെക്സ്റ്റ് ഇയറിലും വരിക എന്നുള്ള എക്സ്പെക്ടേഷൻ ആണ്. അവിടെ കൂടുകയോ കുറയോ എന്നുള്ളത് നമുക്ക് മാറ്റർ അല്ല. കറന്റ് ഇയറിൽ ഏതാണോ വാല്യൂ അത് തന്നെയായിരിക്കും നെക്സ്റ്റ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസിലേക്ക് നമ്മൾ വരുമ്പം അതിനെ നമ്മൾ മാത്തമാറ്റിക്കലി ഇന്റർപ്രറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി ഡിനോട്ട് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ടേക്ക് ഇൻ ടു അക്കൗണ്ട് past behavior of a variable. Suppose price level for time period t is pt and we put a superscript e to indicate the expected price level. Thus expected price level in the period t is pt power e. According to adaptive expectation, pt power e, അതായത് pt power e ഇവിടെ ഒരു സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് e കൊടുത്തിരിക്കുന്ന എന്താ, എക്സ്പെക്ടേഷനെ ഡിനോട്ട് ചെയ്യാനാണ്. അപ്പം കറന്റ് പീരീഡിലെ എന്റെ എക്സ്പെക്ടഡ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, അതിനെയാണ് നമ്മൾ പി ടി പവർ ഇ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പി ടി സൂപ്പർസ്ക്രിപ്റ്റ് ഇ എന്ന് പറയുന്നത് എന്താണ്, എക്സ്പെക്ടഡ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, പ്രീവിയസ് ഇയറിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തത്, പ്രീവിയസ് ഇയറിൽ എക്സ്പെക്ട് ചെയ്തതിനെയാണ് ടി -1 എന്ന് കാണിക്കുന്നത്. അപ്പം ടി എന്ന് പറയുന്നത് കറന്റ് പീരീഡ്. അപ്പൊ കറന്റ് പീരീഡിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് ലാസ്റ്റ് ഇയറിൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത പ്രൈസ് ലെവൽ, അതാണ് പി ടി -1 പവർ എന്ന് കാണിക്കുന്നത്. അപ്പൊ പ്രീവിയസ് ഇയറിൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു പ്രൈസ് ലെവൽ ഉണ്ട്, അതിനെ കാണിക്കാനാണ് പി ടി -1 പവർ എന്ന് കാണിക്കുന്നത്. പ്ലസ് ലാംഡ പി ടി -1 മൈനസ് പി ടി -1 പവർ എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ടി -1 എന്ന് പറയുന്നത് എന്താ, പ്രീവിയസ് ഇയറിലെ പ്രൈസ് ലെവലിനെയാണ്. പി ടി -1 എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിലെ ആക്ച്വൽ പ്രൈസിനെയാണ് പി ടി -1.
ഇ വന്നു കഴിഞ്ഞാൽ എപ്പോഴും അതെന്താണ് എക്സ്പെക്ടഡ് പ്രൈസ് ലെവലാണ്. അപ്പം പി ടി പവർ എന്ന് പറയുന്നത് കറന്റ് പീരിയഡിലെ എക്സ്പെക്ടഡ് പ്രൈസിനെയാണ്. അതാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത് കാണിച്ചിരിക്കുന്നത് പാസ്റ്റ് ഇയറിൽ, അതായത് T-1 പ്രീവിയസ് ഇയറിൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത പ്രൈസ് ലെവലിനെയാണ് പി T-1 പവർ എന്ന് കാണിച്ചിരിക്കുന്നത്. ദെൻ അതിനുശേഷം ഇപ്പുറത്ത് തന്നിരിക്കുന്ന ആ ഒരു അഡ്ജസ്റ്റ്മെന്റിനെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യാന്നുള്ള, വി ഇന്റർപ്രറ്റ് ദ എബോവ് ഇക്വേഷൻ ആസ് ഫോളോസ്. ഡ്യൂറിംഗ് പ്രീവിയസ് ഇയർ എക്കണോമിക് ഏജന്റ് എക്സ്പെക്ടഡ് പ്രൈസ് ലെവൽ ടു ബി പി T-1 പവർ ഇ. അപ്പം പ്രീവിയസ് ഇയറിൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത പ്രൈസിനെയാണ് പി T- പവർ എന്നാണ്. ആക്ച്വൽ പ്രൈസ് ലെവൽ ഹൗവർ ടേൺഡ് ഔട്ട് ടു ബി പി T-. പക്ഷെ ആക്ച്വൽ പ്രൈസ് ലെവൽ എന്തായിരിക്കാം പി T-1 എന്നുള്ള ആ ഒരു ഡിനോട്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു ആണ് ആക്ച്വലി അല്ലെ. ഞാൻ എക്സ്പെക്ട് ചെയ്തത് 12%, പക്ഷെ ആക്ച്വലി 15% ആണ്. there is a forecast error. അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്ത് പ്രീവിയസ് ഇയറിൽ എക്സ്പെക്ട് ചെയ്ത പ്രൈസും പ്രീവിയസ് ഇയറിൽ സംഭവിച്ച അല്ലെങ്കിൽ ആക്ച്വലി ഉണ്ടായിരുന്ന പ്രൈസ് ലെവലും തമ്മിലുള്ള ആ ഒരു എററിനെയാണ് നമ്മൾ ആ ബ്രാക്കറ്റിൽ ഇവിടെ ഈ ലാംഡ പി T-1 മൈനസ് പി T-1 പവർ എന്ന് കാണിക്കുന്നത് ആ ഒരു ഫോർകാസ്റ്റ് എറർ. അപ്പം ഞാൻ 12% പ്രീവിയസ് ഇയറിൽ എക്സ്പെക്ട് ചെയ്തു, പക്ഷെ ആക്ച്വലി സംഭവിച്ചത് എത്രയാണ് 15% ആണ്. അപ്പം ഞാൻ ഏതാണ് 15 മൈനസ് 12 എന്ന് വരും. 15 മൈനസ് 12 എന്ന് വരും. അതാണ് ഇവിടുത്തെ ആ ഒരു ഫോർകാസ്റ്റ് എറർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഫോർകാസ്റ്റ് എററിനെ കാണിക്കാനാണ് ഈ പി T-1 മൈനസ് പി T-1 പവർ എന്ന് കാണിക്കുന്നത്. Of these forecast error, people will update their expectation by adding lambda p T-1 minus PT-1 power e to previous year's expected price. Note that people would like to update their expectation and rectify part of the error they committed during previous year. അപ്പം ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താ ആക്ച്വലി ഈ കറന്റ് ഇയറിലെ എക്സ്പെക്ടഡ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ് പ്രീവിയസ് ഇയറിൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത പ്രൈസും ആ എക്സ്പെക്ട് ചെയ്ത പ്രൈസും ആക്ച്വൽ പ്രൈസും തമ്മിലുള്ള ഒരു ആ ഫോർകാസ്റ്റ് എററിനെ, അതായത് എന്റെ പാസ്റ്റ് എക്സ്പീരിയൻസിനെയും കൂടെ ഞാൻ അക്കൗണ്ട് ചെയ്യുന്നതായിരിക്കും എന്റെ കറന്റ് ഇയറിലെ എക്സ്പെക്ടഡ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം കറന്റ് ഇയറിലെ എക്സ്പെക്ടഡ് പ്രൈസ് എന്താ പ്രീവിയസ് എക്സ്പീരിയൻസ് ആണ്, ആ ഫോർകാസ്റ്റ് എറർ ആണ്. ആ ഫോർകാസ്റ്റ് എറർ എന്ന് പറയുന്നത് ചിലപ്പോൾ കൂടാൻ കുറയാം. 12% എക്സ്പെക്ട് ചെയ്തു, അത് 15% ആകാം, അല്ലെങ്കിൽ 8% ആകാം. ആ ഫോർകാസ്റ്റ് എററിനെ കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ ലാംഡ ഈ ഒരു പോർഷൻ തന്നിരിക്കുന്നത്, ഈ ഒരു പർട്ടിക്കുലർ പോർഷൻ. അപ്പം പ്രീവിയസ് ഇയറിൽ ഞാൻ 12% പ്രെഡിക്റ്റ് ചെയ്തു, അവിടെ ഒരു ഫോർകാസ്റ്റ് എറർ വന്നു. അപ്പൊ 12% ഞാൻ എക്സ്പെക്ട് ചെയ്തു, അതിന്റെ കൂടെ 15% ആണ് വന്നത്. അപ്പം ഞാൻ ഈ നെക്സ്റ്റ് ഇയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ 12% കൂടെ കൂടുതലാണെങ്കിൽ എന്താ കൂടുതലായിട്ട് ഞാൻ എന്ത് ചെയ്യും എക്സ്പെക്ട് ചെയ്യും, കുറവാണെങ്കിൽ കുറവായിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യും. അപ്പൊ അതിനെ കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ ഒരു ഇക്വേഷൻ തന്നിരിക്കുന്നത്. അപ്പൊ ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്. അപ്പം കറന്റ് പീരിയഡിലെ എക്സ്പെക്ടഡ് പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഈക്വൽ ടു ഏതാണ് പ്രീവിയസ് ഇയറിലെ എക്സ്പെക്ടഡ് പ്രൈസ് പ്ലസ് ദാറ്റ് ഫോർകാസ്റ്റ് എറർ അല്ലെങ്കിൽ എന്റെ പാസ്റ്റ് എക്സ്പീരിയൻസ്. അതിനെ കാണിക്കാനാണ് ഇക്വേഷൻ ഇവിടെ തന്നിരിക്കുന്നത്. Thus, the message of the adaptive expectation hypothesis is clear. People will change their expectations of a variable if there is a difference between what they were expecting for the past year and what actually happened in last year. അപ്പം ആളുകളെ അപേക്ഷിച്ച് അവരുടെ കറന്റ് പീരിയഡിലെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് എന്താണ് പാസ്റ്റ് ഇയറിൽ എന്ത് സംഭവിച്ചു അതിനെ ബേസ് ചെയ്തിട്ടാണ്, അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്യാണ്. Precisely, people will increase their expectation if the actual value of the concerned variable was higher than what they were expecting. അപ്പം പാസ്റ്റ് ഇയറിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തതും ആക്ച്വലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് കൂടുതലാണ്, അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തതിൽ നിന്ന് ഒരുപാട് കൂടുതലാണ് ആക്ച്വലി സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്റെ എക്സ്പെക്ടേഷൻ എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും. ആൻഡ് they will reduce their expectation if the actual value of concerned variable is lower than what they were expecting. ഇനി എന്റെ എക്സ്പെക്ടേഷൻ കുറയ്ക്കുന്ന എപ്പോഴാണ് അല്ലെങ്കിൽ എക്സ്പെക്ടഡ് വാല്യൂ കുറയുന്ന എപ്പോഴാണ്, ഞാൻ പ്രീവിയസ് ഇയറിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തതും പ്രീവിയസ് ഇയറിലെ ആക്ച്വൽ വാല്യൂ ഏതാണ് നോക്കുമ്പോൾ ആക്ച്വൽ വാല്യൂ കുറവാണെങ്കിൽ എന്റെ നെക്സ്റ്റ് ഇയർ കറന്റ് പീരിയഡിലെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും കുറയും. If the expectation turned out to be correct, then there will be no change in their എക്സ്പെക്ടേഷൻസ്. അപ്പം അവിടെ കറക്റ്റ് ആണ്, ഞാൻ പ്രെഡിക്റ്റ് പോലെ ഇതുപോലെ തന്നെയാണ് പാസ്റ്റ് ഇയറിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ കറന്റ് പീരീഡിൽ ഞാൻ എന്ത് ചെയ്യാം പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ സ്റ്റാറ്റിക് എക്സ്പെക്ടേഷനും അഡാപ്റ്റീവ് എക്സ്പെക്ടേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പം ഏറ്റവും ബേസിക് ലെവലിലുള്ള രണ്ട്
തിയറീസ് ആണ് ഈ സ്റ്റാറ്റിക് എക്സ്പെക്ടേഷനും അഡാപ്റ്റീവ് എക്സ്പെക്ടേഷനും. അപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്റ്റാറ്റിക്കില് കറന്റ് പീരീഡിലെ അതേ വാല്യൂ തന്നെയാണ് പ്രീവിയസ് ഇയറിലും ഒരു എക്കണോമിക് വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. അപ്പം ഒറിജിനൽ ഫിലിപ്സ് കർവ് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഒറിജിനൽ ഫിലിപ്സ് കർവിലും അതുപോലെ തന്നെ കോബബ് മോഡലിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റാറ്റിക് എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് ആണ്. ഒരു മോണിറ്ററിസ്റ്റ് റെവല്യൂഷനോട് കൂടിയാണ് ഈ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് എന്ന് പറയുന്ന തിയറിക്ക് പ്രാധാന്യം ഉണ്ടാകുന്നത്. ഈ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസിന് പ്രാധാന്യം കൊടുക്കുന്നത് ഈ എക്കണോമിക് ഏജന്റ് റീസെന്റ് പാസ്റ്റ് എക്സ്പീരിയൻസസിനെ ആൻഡ് ഇവന്റ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എക്സ്പെക്ട് ചെയ്യുക. അപ്പൊ കറന്റ് ഇയറിലെ എക്സ്പെക്ടഡ് പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് എന്താണ്? പ്രീവിയസ് ഇയറിലെ എക്സ്പെക്ടഡ് പ്രൈസ് ലെവലും പ്രീവിയസ് ഇയറിൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത വാല്യൂയും ആക്ച്വൽ വാല്യൂയും തമ്മിലുള്ള ആ ഫോർകാസ്റ്റ് എററിനെയും കൂടെ ഞാൻ പരിഗണിച്ചിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുക, എന്റെ ഡിസിഷൻ എടുക്കുക. പ്രീവിയസ് ഇയറിൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത അതേ വാല്യൂ തന്നെയാണ് പ്രീവിയസ് ഇയറിൽ ആക്ച്വലി സംഭവിച്ചെങ്കിൽ എന്ത് ചെയ്യും, എന്റെ എക്സ്പെക്ടേഷൻ ചേഞ്ച് ചെയ്യത്തില്ല. പക്ഷെ പ്രീവിയസ് ഇയറിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതലായിരുന്നു ആക്ച്വൽ വാല്യൂ എങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഈ കറന്റ് പീരീഡിൽ ഒരു ഹയർ എക്സ്പെക്ടേഷൻ കൊണ്ടുവരും. ഈ പ്രീവിയസ് ഇയറിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ലോവർ ആയിട്ടാണ് ആക്ച്വൽ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ആക്ച്വൽ വാല്യൂ സംഭവിച്ചെങ്കിൽ എന്റെ എക്സ്പെക്ടേഷൻ എന്ത് ചെയ്യും, ഞാൻ ലോവർ ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട. അപ്പൊ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഈ ഒരു ഫിലിപ്സ് കർവിന്റെ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതിനോട് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷനെയും കൂടെ കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് അപ്രോച്ചസ് ഫിലിപ്സ് കർവ് അനാലിസിസ് ഹോൾഡ് ഗുഡ്? അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ, റാഷണൽ എക്സ്പെക്ടേഷൻ. ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. ഒൺലി എ, ഒൺലി ബി, ബോത്ത് എ ആൻഡ് ബി, നൈദർ എ നോർ ബി. അപ്പം ഇവിടെ തന്നിരിക്കുന്നത് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷനെയും റാഷണൽ എക്സ്പെക്ടേഷൻ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫിലിപ്സ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ഒറിജിനൽ ഫിലിപ്സ് കർവാണ്. ഇനി ലോങ് ടേം ഫിലിപ്സ് കർവ് എന്ന എക്സ്പെക്ടേഷൻ ഓഗ്യുമെന്റ് ഫിലിപ്സ് കർവ് എന്ന് പറഞ്ഞാലേ നമ്മൾ ലോങ് ടേമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഫിലിപ്സ് കർവ് എന്ന് സിംപ്ലി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ, ഒറിജിനൽ ഫിലിപ്സ് കർവ് ആണ്. അത് AW ഫിലിപ്സിന്റെ വേജ് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള റിലേഷൻ ആണ്. അവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഏതാ, സ്റ്റാറ്റിക് എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ്. അപ്പൊ ഇത് രണ്ടും അല്ലാത്തത് കൊണ്ട് തന്നെ റൈറ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്. ഓപ്ഷൻ നൈദർ എ നോർ ബി ആണ് റൈറ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, AW ഫിലിപ്സ് wage inflation unemployment trade-off is based on static expectation hypothesis, adaptive expectation hypothesis, explorative expectation hypothesis, rational expectation hypothesis. അപ്പൊ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് ആണ്. അപ്പൊ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത, അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പം ഈ ഒരു തിയറിയിൽ നമ്മൾ സ്റ്റാറ്റിക്കും അഡാപ്റ്റീവും നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ മോണിറ്ററിസ്റ്റ് റെവല്യൂഷനോട് കൂടിയാണ് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ വരുന്നത്. ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സിന്റെ മേജർ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് ഈ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് എന്ന് പറയുന്നത്. അപ്പൊ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് ആണ് നമ്മൾ പിന്നീട് ഈ ഫിലിപ്സ് കർവിനെ പിന്നീട് ലോങ് ടേണിലേക്കൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഈ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിൽ നമ്മൾ കാണുന്നതാണ്. അപ്പം ഈ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിൽ ഫിലിപ്സ് കർവിന്റെ ഈ മോഡിഫിക്കേഷൻസ് ഒക്കെ എന്തുകൊണ്ടാണ് ലോങ് ടേണില് ഫിലിപ്സ് കർവിന് വെർട്ടിക്കൽ ഷേപ്പ്, ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് അല്ലാതെ വെർട്ടിക്കൽ ഷേപ്പ് എന്ത് വരുന്നതെന്നുള്ള റീസൺ ആയിട്ട് ന്യൂ ക്ലാസിക്കൽസ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് ആണ്. അത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സസിന് വേണ്ടി നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് നെറ്റ്, സെറ്റ്, CUT പോലുള്ള എക്സാംസ്, എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സാംസിന്റെയും കോച്ചിങ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.